ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഫ്രഷ് ആവട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പിൻ്റെ രാവിലത്തെ തണുപ്പ് ഇത് ഇതുവരെ റെഡി ആയിട്ടില്ല. എന്നാൽ ഒരു 10 മണിക്ക് ശേഷം ഭയങ്കര ചൂടുക. അതാണ് കാര്യം. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അതെ, സെറ്റാണ്. പുള്ളിക്കാരൻ വന്നു, പുള്ളിക്കാരൻ അവിടെ ഇരിക്കും, ഡിസ്പ്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ അങ്ങനെ നോക്കട്ടെ, നമ്മളെ പരിപാടി അത് ദെൻ പോയി ഒന്ന് ഫുഡ് കഴിച്ച് സെറ്റാക്കട്ടെ. ബാക്കിയെല്ലാം കുഴപ്പമില്ല. ക്യാമറ ചെക്കിങ്ങിന് വന്നതാ. എല്ലാ ക്യാമറയിലെയും മൂട്ടില നമ്പരും എടുക്കാൻ. അത് എത്ര ഉണ്ട്? 4, 5, 6, 7 അടുപ്പിച്ചുണ്ട് കോമ്പൗണ്ടിനകത്ത്. അത് ചെക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഫോണിന് ചാർജില്ല, ഫോണും കൊണ്ടൊന്ന് ചാർജ് ചെയ്യണം. അതെ, വേറെ പരിപാടിയൊന്നും. വാ പൊട്ടിയിരിക്കുന്ന കേട്ടോ, ഭയങ്കര 2-3 സൈഡ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. വീഡിയോ എടുത്തയച്ചു കൊടുക്കാൻ മനസ്സിലായോ? അത് വെക്കാൻ വേണ്ടിയാ ഇൻസ്പെക്ഷന് എല്ലാം കറക്റ്റാണെന്നൊന്നും ചെക്ക് ചെയ്യും. നേരെ ഇവിടെ നിന്ന് പോകും. ജസ്റ്റ് കുറിച്ചാലും ഫോണൊക്കെ ഒന്ന് ചാർജ് ഇട്ടു. അത് ചാർജ് ഇട്ടിരുന്നതാണ്, ചാർജ് ഫുള്ളാവൊന്നും ആയില്ല. വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. കോളൊന്നും പിന്നെ ഞാൻ ഫോണും കൊണ്ടൊന്ന് ചാർജ് ഇട്ടു. നല്ലോണം പോയി റൗണ്ട് അടിക്കുന്നു. മറ്റേത് നോക്കിയായിരുന്നു, റൗണ്ടൊക്കെ അടിച്ചിട്ട് പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. അതേ കീറിലേക്ക് ഉണ്ടായിരുന്നു, അത് റെഡിയായി. ഞാൻ കാണിച്ചു തരാം, ഇവിടെ നിന്ന് കാണിച്ചു തരാം. റെഡി മാറിയത് എനിക്കൊന്ന് രാവിലെ അവ റെഡിയാക്കി എടുത്തിട്ടേ തോന്നുന്നു. ഒരു ചെറുതായിട്ട് കാണും, ദിവസം നോക്കിയാൽ കൂടുതലാണെങ്കിൽ ഇൻഫോം ചെയ്യണം. അത് നമ്മളെ ചേട്ട് നിന്നില്ല. ഇവിടെയും കുഴി എടുത്തിട്ട് ചെടി നടാനായിരിക്കും. ആരും ഒന്ന് എടുത്തിടണമെന്ന് അറിഞ്ഞോളാം ഏട്ടാ. നോക്കി, പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഒരു ചെടിയും കൂടി ഉണ്ട് ഇരിക്കും, അവിടെ നടാനായിരിക്കും. ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഇതും കഴിക്കുക, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കുക. ഇപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷ് ആവുക, അത് തന്നെ പ്ലാൻ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് തുണിയൊക്കെ എടുത്തിട്ട് കുളിച്ച് സെറ്റാവണം. അത് തന്നെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് അത് തന്നെയാണ് പരിപാടി. അത് ഇപ്പം കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരണം. അത് തന്നെ നട്ട ചെടിയിൽ പൂവെന്ന് കേട്ടാ കാണിച്ചു തരാം. കണ്ട അങ്ങനെ പുറത്തിറങ്ങി ഇനി പോയി നോക്കട്ടെ. ഭയങ്കര വേദനിക്കുന്ന കേട്ടോ. 2, 3, 4 സ്ഥലത്ത് പൊത്ത്. അയ്യോ സത്യേട്ടാ, പോകാൻ ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല. വായൊക്കെ ഭയങ്കര വേദന, നല്ല നീറ്റിൽ പോച്ചിൽ. ഒരേ വഴി തന്നെ, മറ്റേ വഴിയൊക്കെ നീളം കൂടുതലാണ്, അതുകൊണ്ട് ഒരുതായിട്ട് പോകാൻ പറ്റില്ല. ആ വഴിയൊന്നും എന്ന് പറഞ്ഞാൽ ടൈം എടുക്കും, അത്ര ടൈമില്ല. അതാണ് വിഷയം. പിന്നെ വെയിലും കൊള്ളണം, പറ്റൂല. പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കൂടി എൻട്രി എടുത്തിരിക്കുകയാണ്. ഇത് തന്നെ മനസ്സിലായില്ല, ഇതാണ്. അയ്യോ വീണയാണ്, കണ്ടല്ലോ. ഇത് കൊച്ചുകുട്ടികൾ കളിക്കേണ്ട സെക്ഷൻ. ഇവിടെ നമ്മളെപ്പോലെ ചുമ്മാ ഇരിക്കേണ്ടതെന്ന്. ഇപ്പോഴാളില്ല, കുറച്ച് നേരം കൂടി എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു 6-6:30 കഴിയണം ആൾ വരുമ്പോൾ. ആ സമയം നമ്മളൊക്കെ അവിടെ ചെന്നിരിക്കുകയല്ലേ, റൂമിൽ പോവല്ലേ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കൂടി ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. കണ്ടല്ലോ,
ഇറങ്ങേണ്ട സൈഡ് അവിടെ എന്തോ ഉണ്ടത്. ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം വീണ്ടും അതിൻ്റെ അപ്പുറത്തോട്ട്. അതായത് ഒരെണ്ണം വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ കാണിച്ചിരുന്നല്ല, അതേ ഇതിന് മുമ്പത്തേലുണ്ട് സ്റ്റെപ്പിൻ്റെ അവിടെ. എവിടേക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ വലിയ ചൂടില്ല കേട്ടോ, മരങ്ങളുള്ളതിൻ്റെ ഒരു ഇതായിരിക്കും. ഇവിടെ ടെമ്പറേച്ചറില്ല വലുതായിട്ട്, കുറവാണ്. കാണാൻ വേണ്ടി പറഞ്ഞാൽ നല്ല രസമാണ്. എൻ്റെയിലും കുറച്ച് നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയിടണം, അടിപൊളിയായിരിക്കും. ഒരു മനസമാധാനം വരും, പൈസ വരണം. നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ ഇനി സമയം അടുപ്പിച്ചേ. കണ്ടല്ല, അപ്പം പാർക്ക് ഫുള്ള് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയൊന്നും പറയില്ല, കാണിച്ചു തന്നിട്ടില്ലാന്ന്. അയ്യോ, തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളവും സാധനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടും, അതിനാണ് നമ്മൾ പോണത്. സത്യം മനസ്സിലായേ? അല്ലെങ്കിൽ ശകലം ഇത് വാങ്ങിക്കണമെങ്കിൽ ശകലം പ്രൈസ് ആവും. നമുക്കത്ര സാലറി ഇല്ലല്ലോ. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ പോയി സാധനം വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഡെയിലി പോയി എടുക്കേണ്ടി വരുന്നു. എന്ത് ചെയ്യാനാ? പോട്ടെ, പോയിക്കൊണ്ടിരിക്കുന്നു. വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും സെക്യൂരിറ്റി. സെറ്റിൻ്റെ സമയമായി. ഞാൻ അതും പോയി ഒന്ന് നോക്കുക, ലൈറ്റൊക്കെ ഇട്ടൊന്ന് എല്ലാം ഒന്ന് കമ്പ്യൂട്ടർ ബേസും ചെക്ക് ചെയ്യുക. ഓക്കെ, കണ്ടല്ലോ, കാണാൻ പറ്റില്ല. ബാക്ക് സൈഡ് ഞാൻ എടുത്തുതരാം. ഇത് തന്നെ സാധനം. ഞാൻ അടുത്ത് പോയി ലൈറ്റൊക്കെ ഓണാക്കി. കോൾ വിളിക്കേണ്ട ഇല്ല, കാരണം അത് രാവിലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ജസ്റ്റ് പോവുക. നോമ്പ് തുറക്കം കഴിഞ്ഞ് എത്ര 5-6 മിനിറ്റും കൂടിയാണ്. ഇതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ലെവലിൽ ഇത്ര 4 സൈഫ ഹൈയാണ്. അതും കുറയ്ക്കേണ്ടിയേ വരുള്ളൂ അവന് ഇൻലൈറ്റ്. ഒരു 10-12 മണിയാകുമ്പോൾ അവൻ ഇൻലൈറ്റ് കുറയ്ക്കുകയുള്ളൂ. എന്നിട്ട് രാവിലെ അവൻ തുറന്നു കഴിയും. അങ്ങനെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. അത് കുഴപ്പമില്ല. ശരി എന്നാൽ ഞാൻ 5 മിനിറ്റും കൂടി ഉള്ളൂ വിസ്താര തുറക്കാൻ. അപ്പോൾ അതിനുമ്പോൾ ഒന്ന് ഫോണ് ചാർജ് ചെയ്യുകയാണ്. ശരി എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഇത് കഴിഞ്ഞ് കാര്യമില്ല. ഫുള്ളൊന്ന് നോക്കുക. 1/2 മണിക്കൂർ 1 മണിക്കൂർ അവിടെ തന്നെ ആയിരിക്കും. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.